ഈ കല്ലുമ്മക്കായി ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ കൽപ്പറ്റ റിലയൻസ് പമ്പിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നത് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായി. നമ്മുടെ സ്നാക്സ് അല്ലേ വൈകുന്നേരത്തെ, അതാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. നിങ്ങളെ പേരെന്താ? മജീദ്. എവിടെയാ? കോഴിക്കോടാ? ഇവിടെ റൂമിൽ അല്ലേ? ഫാമിലി ഉണ്ടോ? ആ, ഓക്കെ ഓക്കെ. നാട്ടിലാണ്. കുറേ ആയോ ഇവിടെ? എപ്പോഴും പോകുമ്പോൾ കാണാറുണ്ട്. നിർത്തണം വിചാരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇത്. ഏത് ഈ നമ്മളെ വൈകുന്നേരത്തെ സ്നാക്സ് അല്ലേ, അരി നിറച്ചിട്ട് കടി ഉണ്ടാക്കുന്ന, അത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്ന് ഉമ്മച്ചീനോട് പറഞ്ഞപ്പോൾ അടി ഉണ്ടാക്കാം. അല്ലല്ല, നമ്മളിവിടെ വന്നിട്ടല്ലേ. കടയിൽ നിന്ന് വാങ്ങിയിട്ടും കാര്യമില്ല, അതിൻ്റെ കുണവും മണമൊക്കെ പോയിട്ടാ കിട്ടുക. അത് ശരി. അപ്പോൾ 2 ടൈപ്പാണുള്ളത്, വലുതും ചെറുതുമായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിച്ചത് മീഡിയം സൈസിലുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് പണിയൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു. അപ്പോൾ എന്താ, ജസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ച് അതിലേക്ക് പച്ചമുളക്, ഒരു 3 പച്ചമുളക് മുറിച്ചിട്ട് ഒരു മീഡിയം സൈസ് സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് എണ്ണ ചട്ടിയിലേക്ക് ആക്കിയിട്ടൊന്ന് വഴറ്റുക. അതൊന്ന് ഏകദേശം ബ്രൗണറായി വരുന്ന സമയത്താണ് നമ്മൾ തക്കാളി ഇടുക. ഭയങ്കര സിമ്പിളായിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് മൊത്തത്തിലുള്ള പരിപാടി കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ചില ആൾക്കാർ ആദ്യം ഈ കല്ലുമ്മക്കായി ഉപ്പും മുളകും മാത്രം ഇട്ടിട്ട്, അല്ലെങ്കിൽ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് വേവിച്ചെടുത്തിട്ട് ചെയ്യാറുണ്ട്, ഫ്രൈ ചെയ്തിട്ട് ചെയ്യാറുണ്ട്. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഫ്രൈ ചെയ്യുമ്പം ടേസ്റ്റാണ്, പക്ഷെ എനിക്കിങ്ങനെ മൊത്തത്തിൽ ആ കല്ലുമ്മക്കായൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് നമ്മുടെ മസാലയിലും കൂടി പിടിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന കുറച്ചുകൂടെ നല്ലതെന്നാണ് തോന്നാറ്. അപ്പോൾ ഉള്ളിയും തക്കാളിയും എന്താ പറയുക എല്ലാം വാടി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം കല്ലുമ്മക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം അതിൽ വെള്ളം ഉണ്ടാവും. ഒന്ന് തിളച്ച് വന്ന് ഒന്ന് റോസ്റ്റാക്കി വറ്റിച്ചെടുക്കുക. അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ശരി, അടുത്ത സൺഡേ കാണാം.